നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൊന്നു ആതിരാസ് വേൾഡ്. പൊന്നുവിന്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ലോസ് വീഡിയോ ഇട്ടോടെന്ന് ചോദിക്കുന്നതാണ്, തടി കൂടാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി എന്നൊക്കെ. അപ്പൊ തടി കൂടാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ പറയുന്നത് പോലെ കറക്റ്റ് നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് ഒരുപാട് പേർക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മളിതിപ്പോ പാരമ്പര്യമായിട്ടൊക്കെ ചെയ്തു വരുന്ന ഒരു കൂട്ടാണ്. ഇപ്പൊ കോഴിക്കോടുകാർക്കൊക്കെ അറിയുന്നു പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമുക്ക് ഓരോ ഭാഗത്തേക്ക് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ അത് ഞാൻ പറഞ്ഞുതരാം. ഇത് വീട്ടിൽ അമ്മമ്മയൊക്കെയാണ് ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പം ആളിപ്പോ ജീവിച്ചിരിപ്പില്ല. അപ്പോ അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ഇത് നിങ്ങൾ ചെയ്യണം. ഇത് 2 നേരമായിട്ട് നിങ്ങൾ കഴിക്കണം. രാവിലെയും വൈകിട്ടും കഴിക്കുക. കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. പിന്നെ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് 2 ഏത്തപ്പഴം നിങ്ങൾ കഴിക്കണം. മറക്കരുത്, 2 ഏത്തപ്പഴം കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ച് കിടന്നുറങ്ങുക. തൊട്ട് മുമ്പ് തന്നെ കഴിക്കണം. ഇപ്പൊ ഇത് കഴിച്ചോളുമ്പോൾ നിങ്ങൾ കുറെ നേരം ഫോണും TV ഒക്കെ കണ്ടിരുന്ന സമയം വേസ്റ്റ് ചെയ്ത് പിന്നെ കിടന്നുറങ്ങാൻ അതിൽ കാര്യമില്ല. അപ്പൊ ഈ കാര്യവും അതിന്റെ കൂടെ തന്നെ ഇതും കൂടെ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ടാണ്. പിന്നെ ഒരു ജ്യൂസ് കൂടെ ഉണ്ട്. പക്ഷെ ആ ജ്യൂസ് ഞാനിപ്പോ പറയാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു തണുത്ത ജ്യൂസ് ഒന്നും കുടിക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് അല്ല. അപ്പൊ കർക്കിടക സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ്. നമ്മുടെ സ്കിന്നിനായാലും അതുപോലെ തന്നെ ഹെയർ ആയാലും ശരീരം എല്ലാം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോ. ഒരു വർഷത്തെ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് ഒരു വർഷം ഇനി അങ്ങോട്ട് വരുന്ന കാലത്തേക്കുള്ള നിങ്ങളുടെ മൊത്തത്തിലുള്ള സംരക്ഷണമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തേച്ചു കുളിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തലയിലും ദേഹത്തൊക്കെ എന്ത് എണ്ണ തേക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. 3 വീഡിയോ നമ്മൾ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കർക്കിടകമായി ബന്ധപ്പെട്ട്. ഇത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ 3 എണ്ണത്തിന്റെയും ഞാൻ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പൊ നമുക്ക് സമയം കളയണ്ട. പിന്നെ ഒറ്റ റിക്വസ്റ്റ് കൂടെ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൊന്നും വേണ്ട. ലൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യാം. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്കും അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും. അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും തന്നെ, കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് മുതിർന്ന ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇപ്പൊ പ്രസവം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക്, ഇപ്പൊ മെൻസേഷണൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്തവർക്ക്, അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ബോഡി മൊത്തത്തിൽ ഒന്ന് മിനുക്കിയെടുക്കാൻ, നമ്മുടെ ശരീരം തടിക്കുന്നത് പോലെ അതുപോലെ തന്നെ പുഷ്ടിപ്പെടുന്നതോടൊപ്പം നല്ല കളറും വെക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റ്നസ്സും വരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ കുറെ നേരമായിട്ട് ഞാൻ ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ സമയം കളയണ്ട, നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. ഇതാണ് കേട്ടോ എൻ്റെ അമ്മമ്മ. 6 വർഷമായി ഞങ്ങളെ വിട്ടു പോയിട്ട്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഓക്കെ, ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. നമുക്ക് ആദ്യം വേണ്ടത് ഗോതമ്പാണ്. പിന്നെ വേണ്ടത് റാഗിയാണ്. റാഗി ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇവിടെ എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഒരേ അളവിലെടുക്കാം. ഈ ഒരു മെഷറിംഗ് കപ്പ് വെച്ചിട്ടാണ് ബാക്കിയെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെറുപയർ എടുക്കാം. ചെറുപയർ കഴിഞ്ഞിട്ട് കടല, നമ്മൾ കറി വെക്കുന്ന കടലയാണ് കേട്ടോ. കടല എടുത്തതിന് ശേഷം ഞാൻ മുതിരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് വൻപയറാണ്. പിന്നെ പയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. എള്ള്, അതുപോലെ തന്നെ കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ജീരകം നമുക്ക് ആവശ്യത്തിന് മാത്രം മതി. പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ ഇത്. പിന്നെ ബദാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ വാൾനട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിസ്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടാം. അതുപോലെ തന്നെ കാഷ്യൂനട്ട്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ശർക്കരയാണ്. അത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. നമുക്ക് അത്ര പോരാ കേട്ടോ, ശർക്കര ആവശ്യത്തിന് വേണം. പിന്നെ മഞ്ഞൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും നമ്മുടെ ഉള്ള് തെളിഞ്ഞ് പുറത്തോട്ട് നമുക്ക് നല്ല കളർ വരാൻ ഒക്കെ വേണം. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക്, കുറച്ച് കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിലക്കടലയാണ് വേണ്ടത്. തോല് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാർത്തെടുക്കാം. ഞാനിത് പെട്ടെന്ന് കഴിയാനായിട്ട് വേണ്ടിയിട്ട് 2 അടുപ്പിലും വെച്ചിട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. നല്ല എക്സ്പേർട്ടിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ വറുക്കാൻ പാടുള്ളൂ. നമ്മുടെ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഇത് ചെയ്തു തരാൻ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിത് അമ്മയോ അമ്മമ്മയൊക്കെയാണ് ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് നന്നായിട്ട് ബുദ്ധിമുട്ടി. കാരണം നല്ല ക്ഷമ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വേണം വറുക്കെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ വേവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ഇതെന്ന് പറയുന്നത്.
നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. നല്ല വേവായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പൊടി കേടായി പോവും. ഇനി ഇതുപോലെ ന്യൂസ് പേപ്പർ ഇട്ട് വയ്ക്കണം. എന്തിനാണെന്നല്ലേ ന്യൂസ് പേപ്പർ? ഓരോന്നും പൊടിച്ചതിന് ശേഷം ഇതുപോലെ ന്യൂസ് പേപ്പറിനകത്തോട്ടാക്കി പരത്തി വെക്കണം. അതായത് ചൂട് തണയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ചൂട് തണയാതെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ 2 ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തതായിട്ട് അടുപ്പിലേക്ക് ഇട്ടിരിക്കുന്നത് നമ്മുടെ വൻപയറാണ്. അപ്പോൾ വൻപയർ ഈ ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചെറുപയർ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാവുന്ന സമയത്ത് നമുക്ക് വായിലിട്ട് ഒന്ന് കടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കടല പൊട്ടുന്നത് പോലെ പൊട്ടും. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഞാൻ നമ്മുടെ മുതിര ഒരു അടുപ്പത്തും വെച്ചിട്ടുണ്ട്. മറ്റേ അടുപ്പിൽ നമ്മുടെ കറി വെക്കുന്ന കടലയും വെച്ചിട്ടുണ്ട്. ഇതും നമുക്കിതുപോലെ വറുത്തെടുക്കാം. കടലയൊക്കെ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. സൗണ്ട് കുറച്ച് പോയിട്ടിരിക്കുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, തൊണ്ടവേദനയായിട്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ മുതിരയും അതുപോലെ തന്നെ കടലയും നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. എല്ലാം വറവിനും തന്നെ ഒരു മിനിമം 10 മിനിറ്റെങ്കിലും വരും. മിനിമം ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് ഫാസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഡ്യൂറേഷൻ ഒരുപാട് അങ്ങ് പോവും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പാണ്. ഗോതമ്പ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഗോതമ്പും ഒരടുപ്പിൽ ഞാനിവിടെ റാഗി മുത്താറിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ റാഗിയും അതുപോലെ തന്നെ ഗോതമ്പും നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഞാൻ ഇട്ടിരിക്കുന്നത് ജീരകമാണ്. നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ജീരകം എടുത്തു. അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ കുരുമുളകും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇതും നമുക്ക് വറുത്തെടുക്കാം. അതിന് ശേഷം ഞാൻ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കുവാണ്. ഇതിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ടോ പിസ്തയോ ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബദാമും വാൾനട്ടും കൂടെ നന്നായിട്ടൊന്നൊരു ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് നമുക്കൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഉള്ളു വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബദാമിൻ്റെയൊക്കെ ഉള്ളൊന്ന് വെന്ത് കിട്ടണമല്ലോ. അതിലേക്ക് ഞാൻ നിലക്കടല തോല് കളഞ്ഞിട്ട് ഞാൻ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനിടയിലൊക്കെ ഇങ്ങനെ തോല് കുടുങ്ങിയതൊക്കെ ഞാൻ കയ്യിലുകൊണ്ട് എടുത്തു മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ഒരടുപ്പിൽ ഞാൻ അത് വെച്ചപ്പം വേറൊരടുപ്പിൽ ഞാനിവിടെ വെച്ചിരിക്കുന്നത് പയറുപരിപ്പാണ്. അപ്പോൾ ആ പയറുപരിപ്പും കൂടെ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് വറക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ നിലക്കടലയും ബദാമും ഇതെല്ലാം കൂടെ ഞാനൊരു സൈഡിൽ നിന്ന് വറക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ വറുത്തതെല്ലാം കൂടെ ഞാനിങ്ങനെ എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ജാറ് നല്ല വെയിലത്ത് വെച്ച് ഉണക്കണം. മിക്സിയുടെ ജാറും നമുക്ക് ഈ പൊടി ഇട്ട് വെക്കാനുള്ള ടിന്നും വെയിലുള്ള ദിവസം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം ഡ്രൈ ആയിട്ട് തുണി കൊണ്ടൊക്കെ തുടച്ചെടുക്കണം. ഇത് ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിലക്കടലയും ജീരകം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ചെടുക്കുമ്പം എന്തെങ്കിലും ഒരു പയറിൻ്റെ കൂടെയൊക്കെ പൊടിച്ചെടുക്കുക, ഗോതമ്പിൻ്റെ കൂടെയൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിനകത്ത് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. പ്രത്യേകിച്ച് ജീരകമൊക്കെ കട്ട പിടിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ്. നമ്മൾ കറിയിലിടുന്ന പച്ചമഞ്ഞളുടെ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലോട്ട് ഈ മഞ്ഞൾ ചെന്ന് രക്തം ശുദ്ധീകരിച്ച് നമ്മുടെ പുറത്തോട്ട് കളർ വരാൻ വളരെ ഉപകാരമാണ് കേട്ടോ ഈ മഞ്ഞൾ ചേർക്കുന്നത്. അത് കൂടാതെ തന്നെ മഞ്ഞൾ വളരെ നല്ലതാണ്. മഞ്ഞളുടെ അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് കാണില്ല. മഞ്ഞൾ കുറച്ച് കൂടുതൽ ചേർക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിവിടെ വളരെ ആവശ്യത്തിനുള്ള മഞ്ഞളാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് മഞ്ഞൾ അധികം ചേർക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച നാടൻ മഞ്ഞളാണ് നല്ലത്. ഇതുപോലെ കട്ട കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കാരണം ഇതിൽ എള്ള് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ എള്ളൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു ഓയിൽ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത്, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ധാന്യത്തിൻ്റെ കൂടെ ഇട്ട് പൊടിക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൈയും വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കയ്യിലൊട്ടും തന്നെ വെള്ളം പാടില്ല. കൈ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഒട്ടും തന്നെ എവിടെയും ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കേടായി പോവും. പിന്നെ നിലക്കടലയൊക്കെ ചേർത്തത് കാരണം നമുക്ക് ഒരുപാട് കാലത്തേക്കൊന്നും പുറത്ത് വെക്കരുത്, കേടായി പോവും. നമുക്കിനി ചേർക്കേണ്ടത് മധുരമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പഞ്ചസാരയുടെ മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ പൊടി അങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിന് കഴിക്കാൻ എടുക്കുമ്പോൾ മാത്രം പഞ്ചസാര ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ചോട്ട് ഞാനിത് ചെയ്യുന്നത് കണ്ടപ്പം എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടിരുന്ന് ചെയ്യുവാണ്. പക്ഷേ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കേട്ടോ. വളരെ നന്നായിട്ട് തന്നെ ശർക്കര ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ചെയ്ത ആൾ എഴുന്നേറ്റ് പോയി. എനിവേ, അപ്പം നമുക്ക് ഈ ഒരു ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കഴിക്കുമ്പോൾ മാത്രം ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിത് ഒരുമിച്ച് മിക്സ്
മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് 2 കൈ വച്ചും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മുടെ അവിലോസ് പൊടിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ നല്ലതാണ്, നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്താനും എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അങ്കരി പോലെ വിരകിയിട്ടൊക്കെ കൊടുക്കാനും പറ്റും. കൽക്കണ്ടമൊക്കെ ഇട്ടിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവം കൂടാണിത്. വളരെ നല്ലതാണ്. നമുക്കിനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ഇതുപോലെ നല്ലൊരു തുണി വെച്ച് തുടയ്ക്കണം. ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത്. പൊടി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെയിലത്ത് വെച്ച് നേരത്തെ ഉണക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഇതിനകത്തിട്ട് വെക്കണം. അതും വെയിലത്ത് വെച്ച് ഉണക്കിയപ്പോഴാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനഞ്ഞ സ്പൂണൊന്നും ഇട്ടെടുക്കരുത്. ഇത് അതിനകത്ത് സ്ഥിരമായിട്ട് അതിനകത്ത് ഇട്ട് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ സ്പൂൺ വെച്ചെടുത്താൽ മതി. വേറെ സ്പൂണൊന്നും ഇതിനകത്ത് ഇടാൻ നിൽക്കരുത്. അപ്പോൾ പൊടി കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്തോ പുറത്തൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് 2 നേരമാണ് കേട്ടോ കഴിക്കേണ്ടത്, മറന്നു പോകരുത്. 2 നേരം കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ പൊന്നു ആതിരാസ് വേൾഡ്. ദിസ് ഇസ് ആതിര സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.